ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ കേരള ക്രാഫ്റ്റ് മലയാളം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൈൻഡ്സ്ഫിയർ അസംബ്ലിയിലാണ്. അപ്പോൾ മൈൻഡ്സ്ഫിയർ അസംബ്ലി മൊത്തത്തിൽ ചുറ്റിക്കാണിക്കാനാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ പറയും ചുറ്റിക്കാണിക്കാമെന്നില്ലല്ലോ, ഓൾറെഡി ഒരു എപ്പിസോഡിൽ കാണിച്ചാലേ. അപ്പോൾ അതല്ല, ഞങ്ങൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് വീടൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനല്ല ചെയ്തത്, ജുഗിലാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കണം, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് സർവറിൽ നോക്കാം ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫസ്റ്റ് നമ്മുടെ വീടാണ് ഗൈസ്. വീട് അടിപൊളിയല്ലേ? നിങ്ങൾ റേറ്റിംഗ് കൊടുക്കുക എത്രയാണെന്ന് വെച്ചാൽ. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു, അടിപൊളി വീടാണ്. പിന്നെ ഗൈസ് ഒരു വില്ലേജർ ബ്രീഡറും കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. അതിനു മുമ്പ് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം സപ്പോർട്ട് ചെയ്യുക. 1K അടിച്ചാൽ ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഉണ്ട്, 1K അടിച്ചിട്ട് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രീഡർ എന്ന് പറയുന്നത്. ഓഫ് എൻ്റെ പൊന്നെ, ഇത് നമ്മുടെ നോട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കി തന്നതെന്നാണ് പറഞ്ഞത് ജുഗിൽ. എനിക്കറിയില്ല, ഞാൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ എഫിഷ്യൻസിയും കൂടി ചെക്ക് ഔട്ട് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് ഇത്രയും നോർമൽ ഇതാണെങ്കിലും ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാമാണ്. ഞങ്ങൾ ആ വില്ലേജർ ബ്രീഡായിട്ട് വന്ന് വീണ സ്ഥലത്ത് ഇപ്പോൾ ഓൾറെഡി ബ്രീഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് നോക്ക്, നിങ്ങൾ ഓർത്ത് നോക്ക് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിരിക്കും ഈ ബ്രീഡർ എന്ന് പറയുന്നത്. ഞങ്ങൾ നോട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തതെന്നാണ് ഞങ്ങളുടെ ചുങ്കിൽ പറഞ്ഞത്. അപ്പോൾ ഒരു അടിപൊളി ബ്രീഡർ തന്നെ ആയിരിക്കും. അടിപൊളിയാണ് ഗൈസ്, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രീഡർ തന്നെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകാം ഗൈസ്. ഇവിടുന്ന് പുറത്തിറങ്ങാൻ തന്നെ അരമണിക്കൂർ വേണമല്ലോ. ഓക്കെ, ഞങ്ങൾ ഇവിടെ ഏകദേശം കുറച്ച് പണിയിലായിരുന്നു ഗൈസ്. എന്നിട്ടാണ് നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കുന്നതിൻ്റെ വർക്കിലായിരുന്നു. വില്ലേജസിനെ കൊണ്ടാകാൻ കുറേ പാടുപെട്ട് ഫൈനലി 3 വില്ലേജസിനെ കയറ്റിയിട്ടുണ്ടാകത്തോട്ട്. കുറച്ച് അങ്ങനെ അപ്പം ഞാൻ ഇറങ്ങിപ്പോയി ഗൈസ്. കയറാൻ എന്തെങ്കിലും ലാഗ് അടിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി കുറച്ചും കൂടി പണി കിടപ്പുണ്ട്. ഇവിടെ എല്ലാ സെർവറിലും എല്ലാവർക്കും അയൺ ഫാം എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാത്രം ഇപ്പോൾ അയൺ ഫാം ഒന്നുമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ചുകിൽ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട്. ഹോപ്പറൊക്കെ വെച്ചിട്ട് ഇനി ഇവിടെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുണ്ട്. പിന്നെ ഗൈസ് അവിടെ ഒരു സോംബിയും കാര്യങ്ങളും, അവിടെ 2 സോംബിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കണത് ജാവ എഡിഷനിലെ അയൺ ഫാമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ സോംബീസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ സോംബീസിനെ നമുക്ക് പിടിച്ചോണ്ടും മന്നം. ഇപ്പോഴല്ല, അടുത്ത എപ്പിസോഡിലായിരിക്കും. ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾ ഓഫ് ക്യാമിലായിക്കോട്ടെ ഗൈസ്. എന്ന് വെച്ചാൽ ക്യാമിൽ നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ചെയ്യാനായിട്ട്. വീഡിയോ റെക്കോർഡിങ് ലെങ്ത്ത് അതേപോലെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതെല്ലാം ഓഫ് ക്യാമിലാണ് ചെയ്യുന്നത് ഗൈസ്. ഇനി കുറച്ച് പണിയും കൂടി ഉണ്ട്, അത് ഞാനും ചുകിലും കൂടി ഓഫ് ക്യാമിൽ ചെയ്യുന്നതായിരിക്കും. എൻ്റെ കുറച്ച് ലോഡിങ് ഇഷ്യൂ ഉള്ള കാരണം നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും അവിടെ സോംബിനെ. അല്ലെങ്കിൽ ഞാനിപ്പോൾ സൂം ചെയ്ത് നല്ല രീതിക്ക് കണ്ടാണ്. ലോഡിങ് ഇഷ്യൂ ഉണ്ട്. ഞാനിപ്പോൾ റെൻഡർ ഡിസ്റ്റൻസ് ഏറ്റവും കുറച്ചിട്ടേക്കാണ്, 5-ലിട്ടേക്കാണ്. കാരണം അത്ര ലോഡിങ് ഇഷ്യൂ വന്നത് ഗൈസ്. നമുക്ക് ഇനി ഞങ്ങളുടെ വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് വീടിൻ്റെ അകത്തുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിന് മുമ്പ് നമ്മുടെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കുറച്ച് വേസ്റ്റ് ഐറ്റംസും ഉണ്ട്, പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസും ഉണ്ട്. പിന്നെ അടുത്ത ചെസ്റ്റ്, ചെറിയ ചെസ്റ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഐറ്റംസ് മാത്രമേ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുള്ളൂ ഗൈസ്. കണ്ട, നല്ല ഐറ്റംസ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇവിടെ ജസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതേ ഇവിടെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ 64 ഡയമണ്ട് ഉണ്ട് ഞങ്ങളുടെ ടോട്ടൽ. എമറാൾഡ് 3 സ്റ്റാക്ക് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതിനകത്ത് ഞങ്ങളുടെ റയർ ഐറ്റംസ് ഉള്ളത് നെയിം ടാഗ്, അതേപോലെ സാഡല്, പിന്നെ മറ്റേ ഇത് എന്താ റെയ്ഡിനെയൊക്കെ വിളിക്കുന്ന സംഭവമില്ലേ ഗൈസ്, ഇപ്പോഴത്തെ അപ്ഡേറ്റ് വരുന്ന പോർഷൻ, അതും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. നൈറ്റ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല. ഇല്ല, നൈറ്റ് ആവുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള വ്യൂ. എങ്ങനെയുണ്ടെന്ന് റേറ്റിംഗ് ഗൈസ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ഗൈസ്, വീടിൻ്റെ പണി ഇതുവരെയായിട്ടും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് ഞങ്ങൾ പുറത്തുള്ള സാധനങ്ങൾ, ഞങ്ങളുടെ അയൺ ഫാം ബ്രീഡറൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിൽ ഞങ്ങൾ അകത്തുള്ള പണിയൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ജുഗിൽ. ഇനിയും കുറേ പണി കിടപ്പുണ്ട്. ഇവിടെ സ്റ്റേഴ്സ് വെക്കണം, അതേപോലെ കുറേ സംഭവങ്ങളൊക്കെ അകത്തോട്ട് വെക്കാനുണ്ട്. ഞങ്ങളുടെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ അകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതുള്ള കുറേ പണിയുണ്ട്, അതൊന്നും ചെയ്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ബ്രീഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു, അതുകൊള്ളപ്പോൾ കുറേ പണിയുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്തൊന്നും വെക്കാത്തത് ഗൈസ്. ഇപ്പോൾ വരുന്ന വീഡിയോസിൽ ഞങ്ങൾക്ക് അകത്തെല്ലാം പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്കിനി ഒന്നും കൂടി ബ്രീഡറിൽ പോയി തന്നെ വേണ്ട ഗൈസ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ ചെറിയൊരു ക്യാരറ്റ് ഫാം ഉണ്ട്. ക്യാരറ്റ് ഫാം ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഇവിടെ വെച്ചാൽ അതെ, ഇവിടെ ക്യാരറ്റ് ഫാം. ഇത് നമുക്ക് ബ്രീഡറിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അവിടെ ഓട്ടോമാറ്റിക്കലി വീണോണ്ടിരിക്കണ്ടായിരുന്ന ക്യാരറ്റാണ് ഞാൻ ഇവിടെ പ്ലാന്റ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, അവിടെ കുറേ ക്യാരറ്റ് കിടപ്പുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ചെറുതായിട്ട് ക്യാരറ്റ് ഫാമിൽ ക്യാരറ്റ് ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് പ്ലാന്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീഡിയോ എൻ്റെ ആവാൻ സമയമായിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നാളെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യുക. ബൈ ഗൈസ്.